കഴിഞ്ഞ കുറെ നാളുകളായി വിലക്കയറ്റത്തിന്റെ, പ്രത്യേകിച്ച് ഈ പുതിയ വർഷം 2026 ജാനുവരി 1 തന്നെ നമ്മുടെ പെട്രോളിയം ഗ്യാസിന് വില വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു തുടക്കം കുറിച്ചത് ഇതിപ്പോ 5ാമത്തെ മാസം തുടർച്ചയായി പല മേഖലകളിലൂടെ. പക്ഷെ അതിൽ ഒരു കാരണവശാലും ഒരു വർധനവിനെ എതിർക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലുള്ള വർധനവാണ് ഈ പാൽ വില എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം പെട്രോളും പാചകവാതകവും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതിന് തടസ്സമുണ്ടാകുന്നു, അല്ലെങ്കിൽ യുദ്ധമുണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന രൂപ അത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഗുണം കിട്ടുന്നു എന്ന് പറയാൻ വയ്യ. മറിച്ച് മിൽമ ഇവിടെ പാലിന് വില വർദ്ധിപ്പിക്കുമ്പോൾ 4 രൂപയിൽ 3 രൂപ 35 പൈസയും കർഷകന്റെ കയ്യിലേക്കാണ് പോകുന്നത്. ഈ കർഷകൻ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ട ആളല്ലേ? ഇപ്പൊ ഞാൻ രസകരമായി എനിക്ക് ഒന്ന് തോന്നിയത്, 1 ലിറ്റർ പാലിന് 3 രൂപ 35 പൈസ കർഷകന് കിട്ടുമ്പോൾ കർഷകൻ ഭയങ്കര ഹാപ്പിയാണെന്നാണല്ലോ. ഇതേ കർഷകൻ തന്നെ പുറത്തോട്ടിറങ്ങി ഒരു ചായക്കടയിൽ കയറി ചായ കുടിക്കുമ്പോൾ ഒരു ചായയിൽ 2 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോ ഈ 1 ലിറ്ററിന് 3 രൂപ 35 പൈസ കിട്ടിയ കർഷകൻ എങ്ങനെ ഹാപ്പിയാവും? ഇനി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കിട്ടുന്ന ഒരു ഗ്യാസിന് എത്രയും രൂപ വരുമ്പോൾ ഇവിടെ എത്ര ലിറ്റർ പാലിന് അധികം കിട്ടുന്ന പൈസ അങ്ങോട്ട് പോകുന്നു. അപ്പോ ഈ വിലക്കയറ്റം എല്ലാ മേഖലകളിലും എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഉണ്ടാകുന്നതിന്റെ എല്ലാം തിക്തഫലം, അതായത് ഈ കൂട്ടശിക്ഷ എന്ന് പറയല്ലോ. മലയാളികൾ കൂട്ടശിക്ഷ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ എത്രയോ വർഷം മുമ്പുണ്ടായിരുന്ന ക്ഷീര കർഷകരുടെ എത്ര ശതമാനം പേരുണ്ട് ഇപ്പോൾ സത്യസന്ധമായി പറഞ്ഞാൽ ശരിക്കും ഉള്ള ക്ഷീര കർഷകർ? എന്താ കാര്യം? പണ്ട് തുറന്ന പുറമ്പോക്ക് സ്ഥലങ്ങളിലൊക്കെ നമ്മൾക്ക് പശുക്കളെ വളർത്താമായിരുന്നു. ഇപ്പോ സ്വന്തം പുരയിടത്തിന് വെളിയിലേക്ക് പോലും കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നമ്മൾ മോഡേൺ ആയതുപോലെ പശുക്കളും മോഡേണായി. നമ്മുടെ പഴയ മുഖ്യമന്ത്രിയുടെ തൊഴുത്തിന് 40 ലക്ഷം രൂപയൊക്കെ IAC ആക്കി, അവിടെ മ്യൂസിക്കായി. കാരണം അവിടെ കൊണ്ട് വെച്ചിരിക്കുന്ന പശു അതുപോലുള്ളതാണ്. പഴയ നാടൻ എല്ലും തോലും ഊന്തിയ പശുവൊന്നും അല്ല. പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന പേര് പോലും പറയാൻ പറ്റാത്ത, നമുക്കാകെ കൂടി ഒരു ജേഴ്സി എന്നൊക്കെ അറിയാം, വലിയ കടിച്ചാൽ പൊട്ടാത്ത പേരുകളുള്ള പശുക്കളെയൊക്കെയാണ് ഇപ്പോൾ നമ്മളുടെ നാടൻ ക്ഷീര കർഷകർ പോലും വാങ്ങി അവർ ഈ കൃഷി, അതൊരു ക്ഷീര കൃഷി തന്നെയാണ് അവർ നടത്തുന്നത്. അതിനെ നമ്മൾ വെറും ഈ പുല്ലും അതേപോലെ പിണ്ണാക്കിന്റെ ഒക്കെ കാര്യം മാത്രമേ പശു എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് ഓർമ്മ വരൂ. എനിക്ക് പശു എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന 1ാം ക്ലാസ്സിൽ പഠിച്ച ഒരു വാചകമാണ്: അമ്മ ദിവസവും എനിക്ക് കാച്ചിയ പാൽ തരും, പാൽ കുടിച്ചില്ലെങ്കിൽ അമ്മ കരയും. ഇപ്പോൾ ഒരു ഭേദഗതിയുണ്ട്, മോൻ പാൽ എന്ന് ചോദിച്ചാൽ അമ്മ കരയും. കാരണം ഈ ഇതിന്റെ വില കേൾക്കുമ്പോൾ അമ്മയ്ക്ക് കരച്ചിൽ വരും. അത് നേരെ തിരിച്ചടിച്ചു. അപ്പോ ഈ കർഷകൻ ഈ പുല്ലോ അതല്ലെങ്കിൽ വൈക്കോലോ അതല്ലെങ്കിൽ പിണ്ണാക്കോ പരുത്തിക്കുരുവോ അത് മാത്രമല്ല, ഇതിനെ കാലാകാലങ്ങളിൽ ഇതിനെ ചികിത്സിക്കണം. വെറ്റിനറി ഡോക്ടർമാരെ വിളിച്ചു വരുത്തണം. ആ വെറ്റിനറി ഡോക്ടർമാർക്കൊക്കെ ഗവൺമെന്റിന്റെ ഡോക്ടർമാരാണെങ്കിലും അവരെ കൊണ്ടുവരുന്നതിനുള്ള ചിലവുണ്ടാകും. മരുന്നുകളുടെ ഒക്കെ ഇവർ വഹിക്കേണ്ടി വരും. അപ്പൊ ക്ഷീര കർഷകന് 3 രൂപ 35 പൈസ കിട്ടുന്നതിനാരും എതിരല്ല. ഇവിടെ ഒരു സംശയം നമ്മൾക്ക് വരുന്നത്, ഈ 3 രൂപ 35 പൈസ പോയിട്ട് ബാക്കി ഒരു 65 പൈസ ഉണ്ടല്ലോ ഈ റൗണ്ട് ചെയ്ത് വരുമ്പോൾ, ഈ 65 പൈസ ആർക്കാ പോകുന്നതെന്നും കൂടി ഒന്ന് അറിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കാരണം അത് വെറുതെ വേറെ ഏതെങ്കിലും രീതിയിൽ പോകുന്നതാണെങ്കിൽ നിലവിൽ അത് സൊസൈറ്റികൾക്ക് വീതിച്ചു നൽകും. 65 പൈസ സൊസൈറ്റികൾക്ക് എത്തുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. സൊസൈറ്റി, അപ്പൊ സൊസൈറ്റികൾക്ക് ഇത് കൊടുക്കുന്നത്, സൊസൈറ്റിക്ക് ഈ മറ്റ് ചെലവുകളൊന്നും വർദ്ധിക്കുന്നില്ലല്ലോ. അപ്പോ സൊസൈറ്റികൾക്ക് വർദ്ധിക്കുന്നതെന്ന് പറയുമ്പോൾ മിൽമയുടെ അല്ലെങ്കിൽ ഈ ഓരോ സൊസൈറ്റികളിലെയും ഒക്കെയുള്ള എവിടെയാണെങ്കിലും മിസ്മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇനി ചെറിയ തലത്തിൽ തൊട്ട് വലിയ തലത്തിൽ വരെ വരും. അപ്പൊ അതവിടെ നിൽക്കട്ടെ. എന്തായാലും അതവിടെ 65 പൈസ 1 ലിറ്ററിന്റെ പുറത്തേ ഉള്ളൂ.
ഇവിടെ വിഷയം ഈ ഈ പാൽ ഉൽപ്പന്നങ്ങൾ, അത് നേരത്തെ ഇവിടെ സംസാരിക്കുകയുണ്ടായി. പാലിന്റെ വില വർദ്ധിക്കുമ്പോൾ സാധാരണയായി പാൽ ഉൽപ്പന്നങ്ങളുടെ വിലയും വർദ്ധിക്കും. പക്ഷെ ബുദ്ധിപൂർവമാണ് ഈ പാലിന്റെ മാത്രം വില ആദ്യം വർദ്ധിപ്പിക്കുന്നത്. മറ്റേ അടുത്ത MD തീരുമാനമെടുക്കാൻ വിട്ടിരിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പൊ പേരയുടെ വില കൂട്ടിയാൽ പേര കഴിക്കണ്ടെന്നങ്ങ് തീരുമാനിക്കും, അല്ലെങ്കിൽ യോഗർട്ട് വേണ്ടെന്നങ്ങ് വെക്കും. പക്ഷെ ഈ പാലെന്ന് പറയുന്നത് വില കൂടിയെന്നും പറഞ്ഞ് നിർത്താൻ പറ്റില്ല. ഈ രണ്ട് പാനീയങ്ങളാണ് എത്ര വില കൂടിയാലും നിർത്താൻ പറ്റാത്തത്. ഒന്ന് ബിവറേജിൽ കൂടെ കിട്ടുന്ന പാനീയം, ചൂട് പാനീയം, അതിനെത്ര വില കൂട്ടിയാലും ആരും എതിർക്കില്ല. അതേപോലെ ഈ പാലിന്റെ വില വർദ്ധിപ്പിച്ചാൽ സ്വാഭാവികമായി രാഷ്ട്രീയപരമായിട്ട് ആരാണോ പാലിന്റെ ഭരിക്കുന്നത്, പാലിന്റെ വില വർദ്ധിപ്പിക്കുന്ന എതിർ പാർട്ടികൾ പ്രക്ഷോഭം ഉണ്ടാക്കുന്നത് സ്വാഭാവികം, അത് രാഷ്ട്രീയമാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പ്രക്ഷോഭത്തിന് പ്രസക്തിയില്ല. കാരണം ഇത് മിൽമ ഡയറക്ടർ ബോർഡ് എടുക്കുന്ന തീരുമാനമാണ്. ഒന്ന്. രണ്ട്, ഈ തീരുമാനം ഇപ്പോൾ പുതിയ ഒരു ഗവൺമെന്റ് എടുത്തതല്ല, പഴയ ഗവൺമെന്റ് മാർച്ചിലെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തെയും നമുക്ക് കുറ്റം പറയാൻ പറ്റുകയില്ല. അത് ഇംപ്ലിമെന്റ് ചെയ്തത് ഇപ്പോഴാണെന്നേ ഉള്ളൂ. പക്ഷെ നോക്കൂ, ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന കമന്റുകൾ നമ്മൾ കണ്ടു. പുതിയ ഭരണം വന്നതേ ഉള്ളൂ, പാൽ വില വർദ്ധിപ്പിച്ചു. അവിടെ രാഷ്ട്രീയം കലർത്തുകയാണ്. ഇവിടെ ഈ പാവം പിടിച്ച കർഷകന് ആണ് ഇതിന്റെ ഗുണം കിട്ടുന്നതെന്ന് പോലും തിരിച്ചറിയുന്നില്ല. അപ്പോ ഈ പാലിന്റെ വില വർധനവിനെ ഒരു കാരണവശാലും എതിർക്കില്ല, എതിർക്കാൻ പാടില്ല. പക്ഷെ അവിടെ ഒരു കാര്യം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, സി ന്യൂസിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. അതായത് നമ്മൾക്ക് ഒരു ദിവസം വെച്ച് കണക്കുകൂട്ടാം. ഒരു ദിവസം ആകെ മിൽമ എത്ര പാൽ വാങ്ങുന്നു, അതിൽ കേരളത്തിലെ പാൽ സൊസൈറ്റികളിൽ നിന്നും എത്ര ലിറ്റർ കിട്ടുന്നു, തമിഴ്നാട്, ആന്ധ്ര, കർണാടക ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ വലിയ ടാങ്കറുകളിൽ എത്ര ലിറ്റർ പാൽ ഇവിടെ കൊണ്ടുവരുന്നു. ആ പാലിന് ഈ വർധനവ്, ഈ 3 രൂപ 35 പൈസ തമിഴ്നാട്ടിലെ കർഷകന് കൊടുക്കേണ്ടി വരുന്നില്ല, കർണാടകയിൽ കൊടുക്കേണ്ടി വരുന്നില്ല, ആന്ധ്രയിൽ കൊടുക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് സത്യസന്ധമായി ഇവിടെ പാല് നൽകുന്നവർക്ക് ഈ രൂപ നൽകണം. അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഇവിടെ കിട്ടുന്നതിന്റെ ഇരട്ടിയായിരിക്കും. പക്ഷെ അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പാലിന് ഇതിനോടകം തന്നെ അവർ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആ വില ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അത് മിൽമയ്ക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യമല്ലേ ഉണ്ടാകുന്നത്. ഇവിടെ സാധാരണ കർഷകരുടെ അടുത്ത് മാത്രമേ അത്തരത്തിലുള്ള ബാർഗെയിനിങ് ഒക്കെ നടക്കുകയുള്ളൂ. അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഈ ഒരു ധവളപത്രം, ഇപ്പൊ എന്തായാലും ഒരു പുതിയ ധവളപത്രങ്ങളുടെ ഒരു കാലമാണ്. മിൽമയും ഒരു ധവളപത്രം ഇറക്കട്ടെ, ഇത് ജനം കൃത്യമായി അറിയട്ടെ. അവിടെയാണ് ഇപ്പോ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ കർഷകന് കിട്ടുന്നതിനേക്കാൾ വലിയ വില കൊടുത്താണ് വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോഴും കൃത്യമായി ഓർമ്മിക്കുന്നു, ഇതിനു മുമ്പ് ഒരു പാൽ വില വർധനവുണ്ടായത് 2022 ഡിസംബർ 1-ാം തീയതിയാണ്. 6 രൂപയാണെന്ന് വർദ്ധിപ്പിച്ചത്. 6 രൂപ. 6 രൂപയിൽ 5 രൂപയും കർഷകനാണ് എന്നാണ് അന്നും പറഞ്ഞത്. ഇപ്പോൾ 4 രൂപയിൽ 3 രൂപ 65 പൈസ. അപ്പോ ആ ദിവസം തന്നെ തമിഴ്നാട്ടിലെ പരാജയപ്പെട്ട ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സ്റ്റാലിൻ 6 രൂപ തമിഴ്നാട്ടിൽ 1 ലിറ്റർ പാലിന് വില കുറച്ചും കൊടുത്തു. ഇത് നമുക്ക് ഞാൻ എന്റെ സ്വന്തം അഭിപ്രായമല്ല, ചരിത്ര സത്യമാണ്. അപ്പോ 6 രൂപ തമിഴ്നാട്ടിൽ 1 ലിറ്ററിന് വില കുറച്ച് അവിടെ കൊടുക്കുമ്പോൾ, കേരളത്തിനേക്കാൾ 6 രൂപ കുറച്ച് കൊടുക്കുമ്പോൾ, പിന്നെ ഈ വലിയ വിലയാണ് അവിടെ കൊടുക്കേണ്ടി വരുന്നത് എന്ന് പറയുന്നത് ആരും കണക്ക് യോജിക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. കൃത്യമായ ആ കണക്കുകളൊക്കെ വെളിപ്പെടുത്തട്ടെ. എന്തായാലും ഒരു കാര്യം നമുക്ക് ഇപ്പോഴേ ഉറപ്പിക്കാം, ഒരു 5, 6 അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞാൽ ഈ പാൽ വില വർധന ഒന്നും കേരളത്തിൽ വേണ്ടി വരില്ല. ഒന്ന്, പുത്തൻ തലമുറ ഈ പാലിനോട് അവർക്ക് വലിയ പ്രതിപത്തിയില്ല. അങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങൾ. 2, കേരളത്തിലെ ക്ഷീരകർഷകരൊക്കെ ഓരോ വർഷം കഴിയുന്തോറും ഈ പണി അങ്ങ് അവസാനിപ്പിക്കും. അപ്പൊ കേരളത്തിൽ ക്ഷീരകർഷകരെന്ന് പറയുന്ന ഒരു വിഭാഗമേ ഇല്ലാത്ത ഒരവസ്ഥ വരും. എല്ലാവരും മോഡേൺ ആകുമ്പോൾ കറവയ്ക്കാരെ കിട്ടും. ഒരു പശുവിനെ മെഷീൻ വെച്ച് കറക്കാൻ ഒക്കും. ഇങ്ങനെയുള്ള ഒരുപാട് വിഷയമുണ്ട്. ഒരു വരിയും കൂടി നമുക്ക് ഇതിനകത്ത് പറയാം. ഈ കർഷകരുടെ ഭാഗത്തെ ന്യായീകരിച്ചുകൊണ്ട് ഈ പശുവിനെയൊക്കെ മര്യാദയ്ക്ക് കുളിപ്പിക്കാൻ ഉള്ള വെള്ളത്തിന് വരെ വാട്ടർ അതോറിറ്റി കൂട്ടിയിട്ടുണ്ട്. ആ പൈസയും അവർ കൊടുക്കണം. ഇനി വല്ല വെട്ടമോ വെളിച്ചമോ ഒക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ
ആ പാവത്തങ്ങൾ കർഷകര് ഈ 3 രൂപ 35 പൈസ കിട്ടിയാൽ പോരാ, അല്ലെങ്കിൽ 65 പൈസ കിട്ടിയാൽ പോരാ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ക്ഷീര കർഷകർ ചെയ്യുന്നത് ഒരു സാമൂഹ്യ സേവനമാണ്. അവര് വലിയ ലാഭമൊന്നും അവർക്ക് കിട്ടുന്നില്ല. നേരത്തെ ഒരു ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന കർഷകൻ പറയുന്നത് നമ്മൾ കേട്ടു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വന്ന സത്യസന്ധമായ വാക്കുകൾ, അല്ലാതെ വളച്ചുകെട്ടി മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനൊന്നുമുള്ള ഒരു സാധു കർഷകൻ. അദ്ദേഹം സത്യസന്ധമായ കാര്യം പറഞ്ഞു. അത്തരം കർഷകർക്ക് ഈ തുക കൊടുക്കണം. അതിനെ നമ്മൾ ആരും എതിർക്കുന്നില്ല. ഈ ഇപ്പൊ ചായക്ക് പാലിന് വില കൂടിയത്, ഡീസലിന് വില കൂടിയപ്പോഴേ 2 രൂപ കൂട്ടി. ഇനി ഈ പാലിന്റെ വില വർധനയ്ക്ക് അഡീഷണൽ ഒരു വില വർധനവ് വന്ന ആളുകൾ ചായ കുടിയും ചിലപ്പോൾ നിർത്തും. അപ്പൊ അത് അവരെയും ബാധിക്കും. ഇനിയിപ്പോ 15 രൂപയാക്കാൻ പറ്റുമോ? അപ്പം ഇതെല്ലാം കൂടി കണക്കിലെടുത്ത് നമ്മളുടെ കർഷകർക്ക് വേണ്ടി ചെയ്യുന്ന ഈ വിലവർദ്ധനവിനെ ആരും എതിർക്കരുത്. ഒരു പക്ഷേ നാളെ തൊട്ട് ഈ വിലവർദ്ധനവ് പിൻവലിക്കുക എന്ന് പറഞ്ഞ് സമരം ചെയ്താൽ അത് കേവലം രാഷ്ട്രീയമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയണം. ഒപ്പം ഈ മറ്റേതെങ്കിലുമൊക്കെ രീതിയിൽ ഇവർക്ക് സബ്സിഡിയൊക്കെ കൊടുത്തുകൊണ്ട് ഈ ക്ഷീര കൃഷി മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ നട്ടലൊടിക്കാതിരിക്കാനുമുള്ള നടപടികൾ സർക്കാരും കൈക്കൊള്ളണം. എന്തായാലും ഇപ്പോൾ പ്രഖ്യാപിച്ച ഈ പ്രഖ്യാപനത്തെ നമ്മൾക്ക് ഒരു കാരണവശാലും എതിർക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും അതിനെ അംഗീകരിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നുള്ളതാണ് അഭിപ്രായം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.